നമസ്കാരം. ആടുജീവിതം എന്ന സിനിമ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരവേ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അവസാനിക്കുന്നില്ല. ആടുജീവിതം നോവലിലെ ഏറ്റവും കാതലായ ഒരു ഭാഗമായിരുന്നു ആടുമായി നജീബിൻ്റെ കഥാപാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. സിനിമയിൽ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തിയില്ല എന്ന ചർച്ചകൾ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിലും മറ്റും ഉടലെടുത്തു. നോവലിലെ ചില ഭാഗങ്ങൾ വേണ്ടെന്ന് തിരക്കഥ എഴുതുമ്പോൾ തീരുമാനിച്ചുവെന്നും ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം സെൻസർ ബോർഡ് വെട്ടിക്കളഞ്ഞു എന്നുമായിരുന്നു സംഭവത്തിൽ നോവലിസ്റ്റ് ബെന്യാമിൻ നൽകിയ വിശദീകരണം. ഒരു അഭിമുഖത്തിൽ ബെന്യാമിൻ ഇങ്ങനെ പറയുന്നു: നോവലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരുന്നു മകനെപ്പോലെ കാണുന്ന ആടിൻ്റെ പുരുഷത്വം ഛേദിക്കുന്നതും നജീബ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും. ഇതിൽ ആടിൻ്റെ പുരുഷത്വം ഛേദിക്കുന്ന സീൻ എന്നെക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ബ്ലസ്സി പറഞ്ഞു. അതുകൊണ്ട് ആ ഭാഗം സ്ക്രിപ്റ്റിൽ വേണോ എന്ന് എന്നോട് ചോദിച്ചു. ബ്ലസ്സിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് ആ ഭാഗം ഞങ്ങൾ ഒഴിവാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് ഷൂട്ട് ചെയ്തതുമാണ്. പക്ഷേ സെൻസർ സർട്ടിഫിക്കറ്റിന് കൊടുത്തപ്പോൾ ആ സീനുണ്ടെങ്കിൽ എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരുപാട് കുടുംബങ്ങളും കുട്ടികളും ഈ സിനിമ കാണാൻ വരും എന്നുള്ളതുകൊണ്ട് ആ സീനും മാറ്റേണ്ടി വന്നു. നോവലിൻ്റെയും സിനിമയുടെയും ആത്മാവാണ് ആ ഭാഗം. പക്ഷേ അക്കാര്യം സെൻസർ ബോർഡിന് അറിയില്ലല്ലോ എന്നും ബെന്യാമിൻ ചോദിച്ചു. അതുകൊണ്ടാണ് അവർ അത് വെട്ടിക്കളയാൻ പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു ബെന്യാമിൻ്റെ വിശദീകരണം. എന്നാൽ ബെന്യാമിൻ്റെ മറുപടിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് സംവിധായകൻ ബ്ലസ്സി പറഞ്ഞത്. നോവലിൻ്റെ ഭാഗമായി ചേർത്ത അത്തരം കാര്യങ്ങൾ താൻ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നായിരുന്നു ഒരു ചാനലിലെ അഭിമുഖത്തിന് സംവിധായകൻ്റെ മറുപടി. അത്തരം രംഗങ്ങൾക്ക് നോവലിൽ തുടർച്ചയില്ലെന്നും അങ്ങനെ ഒരു കാര്യം സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുമെന്നും ബ്ലസ്സി പറഞ്ഞിരുന്നു. ഇങ്ങനെയായിരുന്നു ബ്ലസ്സിയുടെ മറുപടി: ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇതെല്ലാം ചെയ്തോളാം, ഇതെല്ലാം കാണിച്ചോളാം എന്ന ഒരു എഗ്രിമെൻ്റ് ഞാനും ബെന്യാമിനും തമ്മിൽ ഇല്ല. ഇതിൻ്റെ ഒരു മറുചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സൈനു എന്ന തൻ്റെ നാട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനെയാണ് അവിടെ ചിത്രീകരിച്ചത്. സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ചെയ്ത ഒരു കാര്യത്തെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര. പക്ഷേ സാഹിത്യത്തിൽ അങ്ങനെ വേണമെന്നില്ല. ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷമുള്ള തുടർച്ച എന്താണ്? ആ തുടർച്ചയ്ക്കായി വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും. പിന്നീടുള്ള കാത്തിരിപ്പിനൊന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയാകും. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സൈക്കോളജിക്കലി സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസമെന്നും ബ്ലസ്സി പറയുന്നു. ബ്ലസ്സിയുടെ വിശദീകരണത്തോടെ ബെന്യാമിൻ പറഞ്ഞത് നുണയാണെന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ ആടുമായി ശരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ എന്ന ചോദ്യത്തിന് ആടുജീവിതം നോവലിലെ യഥാർത്ഥ നായകനായ നജീബ് പറഞ്ഞ മറുപടിയും ചർച്ചയാവുന്നു. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും ആടുകളെ തൻ്റെ മക്കളായിട്ടാണ് താൻ കണ്ടത് എന്നുമാണ് നജീബ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോവലിന് വേണ്ടി എഴുതി ചേർത്തതാണെന്നും അങ്ങനെയൊരവസ്ഥയിൽ ആരെങ്കിലും ആ രീതിയിൽ ആടുകളോടൊക്കെ പെരുമാറുമോ എന്നും നജീബ് ചോദിക്കുന്നു. അത്തരമൊരു കാര്യം നോവലിൽ ചേർത്തതിലുള്ള വിയോജിപ്പ് അന്ന് തന്നെ ബെന്യാമിനോട് പറഞ്ഞിരുന്നു എന്നും നജീബ് പ്രതികരിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ ബെന്യാമിൻ നോവലിൽ എഴുതിയതാണ്. വായനക്കാർക്ക് വേണ്ടി എഴുതിയതായിരിക്കും. ആടിനെ ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്. എൻ്റെ മക്കളാണ് ആ ആടുകളെല്ലാം. ഒരാടിനെ പ്രസവിച്ചപ്പോൾ അതിന് ഞാൻ നബീൽ എന്ന് പേരിട്ടു. എപ്പോഴും തോളിൽ ഇട്ടുകൊണ്ടാണ് ആ കുട്ടിയെ നടന്നത്. ആടുകളെല്ലാം ഞാൻ സ്നേഹിച്ചു. എൻ്റെ വായിൽ വരുന്ന പേരുകളൊക്കെ വിളിക്കും. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇത്രയും നാൾ നോക്കിയിട്ട് അവറ്റകളെ ഒറ്റയ്ക്കിട്ട് പോരുന്നതിൽ തീറ്റ കൊടുക്കാൻ പോലും ആളില്ലല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. ബെന്യാമിൻ നോവലിൽ പറഞ്ഞത് പോലെ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമ്മൾ അതൊക്കെ ചെയ്യുമോ? തലയ്ക്ക് സ്ഥിരമില്ലാതിരിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ. നോവലിന് വേണ്ടി അദ്ദേഹം എഴുതി ചേർത്തതാണ് അതൊക്കെ. ആടുകളെ 100% ഞാൻ സ്നേഹിച്ച് വളർത്തുകയായിരുന്നു. എല്ലാ ആട്ടിൻകുട്ടികളെയും മടിയിൽ വെച്ച് വളർത്തി. പ്രസവിച്ച ആട്ടിൻകുട്ടിയെ തോളിൽ കൊണ്ട് നടന്നു. എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കഥയ്ക്ക് വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞു. നമ്മുടെ ആളുകളൊക്കെ ഇത് വായിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചിരുന്നു. കുടുംബത്തിലുള്ളവർക്കൊക്കെ നമ്മളെ അറിയാം. അവരോട് ഞാൻ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നോവലിനായി കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എഴുതിയത് എനിക്കും വിഷമമായി പോയി. ഞാൻ ബെന്യാമിനെ വിളിക്കുന്നുണ്ട്, അതെനിക്ക് ചോദിക്കണം. ഇങ്ങനെയായിരുന്നു നജീബിൻ്റെ പ്രതികരണം.